പുതിയൊരു ഫോറക്സ് ട്രേഡിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ ഫോറക്സ് വീഡിയോ ആണ്. അതിൻ്റേതായിട്ടുള്ള കുറവുകൾ ഉണ്ടാവും. സോ ലെറ്റ് സ്റ്റാർട്ട്. .2 ലോട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ ഇത് ചെയ്യാനുള്ള കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കാണാൻ കഴിയും മാർക്കറ്റ് 20 മൂവിങ് ആവറേജും 200 മൂവിങ് ആവറേജും ഒന്നിച്ച് ടച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. സോ ഇതിൻ്റെ ഒരു ലോങ് വ്യൂ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇത്രയും അപ്പോയിന് ശേഷം ഏകദേശം ഒരു മിഡ് റേഞ്ച് എത്തിയപ്പോഴാണ് ഈ ഒരു ലെവലിൽ ഒരു കൂടിച്ചേരലുണ്ടായിട്ടുള്ളത്. സോ ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും അതിൻ്റെ അപ് ട്രെൻഡ് മുന്നോട്ട് കൊണ്ടുപോകുന്ന തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന് പുറമെ തന്നെ ഈ ഒരു ലാസ്റ്റ് കുറച്ച് കാൻഡിൽസ് നോക്കിയാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഗ്രീൻ കാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ അക്യുമുലേഷൻസ് നടന്നിട്ടുണ്ട്. സോ ഇനി ഇവിടുന്ന് ഡൗൺ പോകാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റിയില്ല. ആൻഡ് ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കുറച്ച് മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. കാരണം 20 മൂവിങ് ആവറേജ് വീണ്ടും 200 ബ്രേക്ക് ചെയ്തുകൊണ്ട് അപ്പ് പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി ഡൗൺ വരികയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ ഡൗൺ പോകാനുള്ളൊരു ചാൻസ് മുന്നിലുണ്ട്. അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസിൽ കയറ്റി വെച്ചത്. ഈ ഒരു 15 ക്യാൻഡലിൻ്റെ കൺഫർമേഷൻ കൂടി എനിക്ക് കിട്ടിയിരുന്നു എൻട്രി എടുക്കുന്നതിന് മുമ്പ്. ഏകദേശം ഈ ഒരു പോയിന്റ് ആണ് എടുത്തത്. ഈ ഒരു 20 മൂവിങ് ആവറേജിനെ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഒരു ഇൻഡിസിഷൻ ലെവലിൽ നിന്നപ്പോഴാണ് 1 മിനിറ്റിൽ ഞാൻ ഈ ഒരു ഫോർമേഷൻ കണ്ടത്. സോ ആ ഒരു സമയത്താണ് ഈ ഒരു എൻട്രി എടുത്തത്. ഇത്ര ലോങ് ടാർഗറ്റ് വെക്കണ്ടെന്നാണ് തോന്നുന്നത്. കുറച്ച് താഴോട്ടാക്കിയിട്ടുണ്ട് ടാർഗറ്റ്. കാരണം 1 മിനിറ്റ് ക്യാൻഡിൽ നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്ക് കുറേ സമയം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി ഈ ഒരു ലെവലിൽ നിന്ന് ഒരു റീട്രേസ്മെൻ്റ് ഒക്കെ പോയതിന് ശേഷമായിരിക്കും വീണ്ടും അപ്പ് പോകുന്നത്. ചിലപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ഡൗൺ പൂർണ്ണമായിട്ടും പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടാർഗറ്റ് ഒന്ന് ഡൗൺ ആക്കിയത്. ഒന്നുകൂടെ സേഫ് ആക്കി എന്നുള്ളൂ. നമ്മുടെ സെക്കൻഡ് ടാർഗറ്റിൻ്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. ഈ ഒരു ലെവലിൽ നിന്ന് ഒരു റിട്രേസ്മെൻറ്റ് ഒരു റിവേഴ്സലിനുള്ള ചാൻസ് മുന്നിൽ കണ്ടിട്ടാണ് ഞാനിവിടെ ടാർഗറ്റ് കൊടുത്തത്. ആ ലെവല് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ നിന്ന് ഇനി ചിലപ്പോൾ റിജക്ഷൻസ് വന്നേക്കാം, റിവേഴ്സൽ പോയേക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ക്ലോസ് ചെയ്തത്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് 2 ട്രേഡ്സ്. സോ ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം ഒന്ന് കണ്ടു നോക്കിയപ്പോൾ എക്സ്പ്ലനേഷൻ അത്ര നന്നായിട്ടില്ല എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ഫോറക്സിൽ ഒരു ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഓപ്പൺ ആക്കിയപ്പോഴാണ് കണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിരുന്നു. രണ്ട് സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഒന്നെങ്കിൽ ഈ 20 മൂവിങ് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് അപ്പ് പോകും, അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള റിവേഴ്സിൽ നടക്കും എന്നുള്ളതായിരുന്നു. രണ്ടാമത് പറഞ്ഞ സംഗതിയാണ് സംഭവിച്ചിട്ടുള്ളത്. സോ നെക്സ്റ്റ് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ട്രേഡിംഗ് വ്യൂയുടെ ചാർട്ടാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതോടെ ട്രേഡിംഗ് വ്യൂയുടെ ചാർട്ടാണ് എനിക്ക് നന്നായിട്ട് തോന്നാറുള്ളത്. സോ ഞാൻ ഏകദേശം ഈ ഒരു ലെവലിൽ നിന്നാണ്
എൻട്രി എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നല്ലൊരു എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ട് എൻട്രി എടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള റീസൺസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ 50 മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്കിലാണ് ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി ആദ്യമായിട്ട് കണ്ടത്. ഓക്കെ, ഇവിടെ ഞാൻ 200-ഉം 23 റേഞ്ചും ഓപ്പൺ ആയിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയും മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റിന് ശേഷം ഇവിടെ എത്തിയതിന് ശേഷം കറക്റ്റ് ഒരു 23 റേഞ്ചിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു. എന്ന് മാത്രമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏകദേശം ഒരു മിഡ് റേഞ്ചിൽ വെച്ചിട്ടാണ് എഗെയിൻ ഒരു അപ്പ് മൂവിനുള്ള ചാൻസ് ഞാൻ കണ്ടത്. ഓക്കെ, മിഡ് റേഞ്ച് ഇൻ ദ സെൻസ് നമ്മൾ ഫിബൊനാച്ചി ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും ഏകദേശം ഈ ഒരു 0.5. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ വെച്ചിട്ടാണ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തത്. സോ നെക്സ്റ്റ് ഞാൻ നോക്കിയത് 1 മിനിറ്റ് ഓക്കെ 1 മിനിറ്റിലുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്, ഇൻഡിക്കേഷൻ എന്തൊക്കെ കിട്ടുന്നുണ്ടാണ് ഞാൻ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കഴിഞ്ഞത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡൗൺ മൂവിന് ശേഷം ഇവിടെ നമുക്ക് കാണാം ഗ്രീൻ ക്യാൻഡിൽസ് വന്നു. പിന്നെ അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് ഇവിടെ ഉണ്ടായത്. ദെൻ ഒരു ഡബിൾ ബോട്ടം ഇവിടെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഓക്കെ, ഏകദേശം ഈ റേഞ്ചിൽ വെച്ചിട്ടാണ് ഞാൻ എൻട്രി എടുത്തതാണ് എൻ്റെ ഓർമ്മ. കാരണം ഇവിടെയൊക്കെ ക്യാൻഡിൽസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഫോമിലാണ് രൂപപ്പെട്ടിട്ടുള്ളത്. സോ എന്തായാലും മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുള്ള എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു. കാരണം ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഈ ഒരു മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് 200 നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയും. ഈ ഒരു മാർക്കറ്റ് നല്ല ഏകദേശം എല്ലാ മാർക്കറ്റും മൂവ് ചെയ്യുന്നത് ഈ ഒരു 220 ഈ ഒരു ലെവലിലായിരിക്കും. അപ്പോൾ ഇത് 200 ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതിനൊപ്പം തന്നെ 20 മൂവിങ് ആവറേജ് ഈ ഒരു ലെവലിൽ ഈ ഒരു സ്വഭാവത്തിലാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ വിഡ്ത്തായിട്ടുള്ള ഒരു കുറേ ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ വളരെ ടൈറ്റായിട്ടുള്ള 220 കാണുന്നത്. എഗെയിൻ ഇവിടെ ഡിസ്റ്റൻ്റായി. ഓക്കെ, ഈ ഒരു സ്വഭാവത്തിലാണ് മൂവ് ചെയ്യുന്നത്. ചില സമയത്ത് അപ്പ് മൂവ്മെൻറ്റ് ട്രെൻഡ് ആണെങ്കിൽ പോലും ഈ ഒരു ഫോം എപ്പോഴും നമുക്ക് വാലിഡാണ്. ഈ ഒരു ലെവലിലായിരിക്കും അപ്പോൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ടൈറ്റാവും, ഇവിടെ വീണ്ടും വിടുത്ത് വരും. ഓക്കെ, ഈ ഒരു സ്വഭാവത്തിൽ ഉള്ളൊരു മൂവ്മെൻറ്റാണ് മാർക്കറ്റ് ഏത് സമയത്തും കാണിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള 220 ഫോമാണ് കണ്ടത്. അപ്പോൾ ഏതെങ്കിലും സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നമുക്ക് ഈ ഒരു സാഹചര്യങ്ങൾ വെച്ച് നോക്കിയപ്പോൾ പല കൺഫർമേഷൻസും കൂടി നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് പോകാൻ ചാൻസ് ഉള്ളത് അപ്പാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിലായിരുന്നു ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത്. ഫസ്റ്റ് ഈ ഒരു ലെവലിൽ നിന്ന് എൻട്രി എടുത്തു. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ലോസ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു റേഞ്ചിലായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഏകദേശം ഒരു 1:1 എന്നുള്ളൊരു ലെവലിലാണ് ഞാൻ കൊടുത്തത്. രണ്ടാമത് ഞാൻ കൊടുത്തത് ഈ ഒരു ലെവലിൽ നിന്നായിരുന്നു രണ്ടാമത്തെ ടാർഗറ്റ്. അത് 2:1 എന്നത് മാത്രമല്ല, ഞാൻ ഫസ്റ്റ് ഞാൻ കരുതിയിരുന്ന് ഇവിടെ കൊടുക്കാമെന്നായിരുന്നു. ബട്ട് ഈ ഒരു ലെവലിൽ നിന്നുള്ള റിജക്ഷൻസൊക്കെ കണ്ടപ്പോൾ ഒന്നും കൂടെ മാർക്കറ്റ് ഈ ലെവലിൽ നിന്ന് വീണ്ടും റിവേഴ്സലോ അല്ലെങ്കിൽ 20 മൂവ്മെൻറ്റിൽ ടച്ച് ചെയ്തിട്ട് അപ്പ് പോകാനുള്ള ചാൻസുമാണ് ഞാൻ കണ്ടത്. ഓക്കെ, ഇവിടെ സംഭവിച്ച് ഡൗൺ പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ട്രേഡിൽ എനിക്ക് തരാനുള്ള എക്സ്പ്ലനേഷൻസ്. സോ താങ്ക് യു.